കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടിരുന്നു. അതായത് ജെന്നിഫർ ലോപ്പസ് തുർക്കിയിൽ എന്തോ ഒരു ഫംഗ്ഷൻ, ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ഏതൊരു ലക്ഷറി സ്റ്റോറിൽ കയറാൻ പോയപ്പോൾ ആ ലക്ഷറി സ്റ്റോർ നല്ല തിരക്കാണ്. അപ്പോൾ സെക്യൂരിറ്റി ഇവരെ പുറത്ത് വെയിറ്റ് ചെയ്യിപ്പിച്ചു, ഇവരെ കടത്തി വിട്ടില്ല. പക്ഷെ പിന്നീടാണ് ഇവരെ കടത്തി വിട്ടില്ല, എന്നിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങി വന്നു. അതിനുശേഷം ആ സ്റ്റോറിൽ തന്നെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞു, അങ്ങനെ ഇവരെ വന്ന് വീണ്ടും ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ്. അതായത് ആ സെക്യൂരിറ്റി ആ വ്യക്തിക്ക് ജെന്നിഫർ ലോപ്പസിനെ മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വേറെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് മുമ്പ് തോന്നിയിരുന്നു. നമ്മുടെ ഒരു ഇന്ത്യയിലെ തന്നെ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ വളരെ പ്രശസ്തനായ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ റഹ്മാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2003 വെള്ളിത്തിര എന്ന് പറയുന്ന സിനിമ, നമ്മുടെ സംവിധായകൻ ഭദ്രൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നവീനാരൊക്കെ അഭിനയിച്ച വെള്ളിത്തിര, അൽഫോൺസ് ആണ് അതിൻ്റെ മ്യൂസിക്. ആ സിനിമയുടെ ഓഡിയോ ലോഞ്ച് വളരെ ഗ്രാൻഡായിട്ട് അന്ന് എറണാകുളത്ത് വെച്ച് നടന്നിരുന്നു. എനിക്ക് തോന്നുന്നു കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. അന്ന് ആ ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വന്നത് റഹ്മാനായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. അപ്പോൾ അന്നൊക്കെ റഹ്മാൻ കൊച്ചിയിൽ വരിക എന്ന് പറയുമ്പോൾ തന്നെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ശേഷം പലപ്പോഴും വന്ന കാരണം അന്നത്ര ഇന്നിപ്പോൾ അത്ര പുതുമയൊന്നും നമുക്ക് പറയില്ല. കാരണം ഇന്ന് ഒരുപാട് ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്, വരുന്നും പോകുന്നൊക്കെ ഉണ്ട്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഗുഡ് നൈറ്റ് ഫിലിംസ് ആണ്. അത് പ്രൊഡക്ഷനാണോ ഡിസ്ട്രിബ്യൂഷനാണോ, അത് ഗുഡ് നൈറ്റ് ഫിലിംസ് ആണ് ആ ഒരു ഇവൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് നാദൃശ തന്നെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ്. അന്ന് റഹ്മാൻ, നമുക്കറിയാം റഹ്മാൻ വളരെ ഈ റിലീജിയസ് ആയിട്ടുള്ള ആളാണ്, 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ റഹ്മാൻ അന്ന് പള്ളിയിൽ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം രാത്രിയായി. അപ്പോൾ അന്ന് ഗുഡ് നൈറ്റ് മോഹൻ നാദൃശേനെയാണ് റഹ്മാനെ ഏൽപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു റഹ്മാന് വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് നാദൃശയുടെ കാറിൽ റഹ്മാനെയും കൊണ്ട് തമ്മനത്ത് ഒരു പള്ളിയിൽ പോയി. അപ്പോൾ ഏകദേശം രാത്രി ആവാറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ നാദൃശയുടെ ഒരു വേർഷനിൽ പറയുന്നതാണ്, വളരെ രസകരമായിട്ടാണ് നാദൃശ പറഞ്ഞത്. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മുല്ലാക്ക അവിടെ ഇരിക്കുന്നുണ്ട്, പ്രായമായിട്ടുള്ള ഒരാൾ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നാദൃശേനെ വില കണ്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ ഈ വരാന്തയിൽ എവിടെയെങ്കിലും നിസ്കരിച്ചോളൂ എന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ നാദൃശ പറഞ്ഞില്ല, വലിയൊരു മനുഷ്യനാണ് എൻ്റെ കൂടെ. റഹ്മാൻ കുറച്ച് മാറിയിരിക്കണം. അപ്പോൾ എൻ്റെ കൂടെ വലിയൊരു മനുഷ്യനാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് അകത്തന്നെ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുല്ലാക്കങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാരാണ് വലിയ മനുഷ്യൻ, ഇതൊരു ചെറിയ ആളല്ലേ എന്നുള്ള രീതിയിൽ, അതായത് റഹ്മാനും മനസ്സിലായില്ല. പക്ഷേ ഇത് റഹ്മാനാണ് എന്നൊന്നും പറയാനും നിന്നില്ല. അപ്പോൾ റഹ്മാൻ അതങ്ങ് എൻജോയ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ അകത്തേക്ക്, അപ്പോൾ എന്തോ നാദൃശ എന്തോ കാലുമൊക്കെ കഴുകാൻ വേണ്ടി സൈഡിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്തോ പറഞ്ഞു കൊടുത്തു, മുല്ലാക്ക എന്തോ പറഞ്ഞു കൊടുത്തു അങ്ങോട്ട് കയറി ഇരിക്കാനോ എന്തോ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് റഹ്മാൻ എന്തോ വേറെ ഏതൊരു സൈഡിലോട്ട് പോയപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ അങ്ങോട്ടേ പോകുന്നു, അവിടെ അല്ല അത് ഇവിടെ എന്നും പറഞ്ഞ രീതി റഹ്മാൻ്റെ അടുത്ത് പറയുമ്പോൾ നാദൃശ ഓടി വന്നിട്ട്, അപ്പോൾ റഹ്മാൻ ഇനിയിപ്പോൾ അതൊരു ഈഗോ ആവോ, ഇത്ര വലിയൊരു മനുഷ്യനാണ്. പക്ഷേ നാദൃശ പറയുന്ന റഹ്മാൻ അത് വളരെയധികം എൻജോയ് ചെയ്തു. കാരണം ഈ ആ വ്യക്തിക്ക്, പറഞ്ഞ വ്യക്തി പ്രായമായിട്ടുള്ള അദ്ദേഹത്തിന് അറിയില്ല റഹ്മാൻ ആരാന്ന് അറിയില്ല, കണ്ടിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ ഇന്നസെൻ്റ് ആയിട്ട് എല്ലാവരോടും പറയുന്ന പോലെ അവിടെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളോടൊക്കെ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ റഹ്മാൻ അത് വളരെയധികം എൻജോയ് ചെയ്തു. കാരണം റഹ്മാൻ എന്ന് പറയുന്നൊരു വ്യക്തിനെ, അന്നും റഹ്മാൻ ഒരു സെലിബ്രിറ്റി തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ആ ഒരു ട്രെൻഡൊക്കെ വരുന്നതിന് മുമ്പ് പോലും ഒരു 95 കാലഘട്ടം ആയപ്പോൾ തന്നെ റഹ്മാൻ ഒരു സെലിബ്രിറ്റി തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റഹ്മാൻ ഒരിക്കലും എവിടെയും ഇങ്ങനെ ഓപ്പണായിട്ടൊന്നും നടക്കാനോ, അതായത് ചെന്നൈയിലൊന്നും ഒരിക്കലും, തമിഴ്നാട്ടിലോ ഒന്നും റഹ്മാൻ ഒരിക്കലും ഇതുപോലെ പബ്ലിക്കായിട്ട് നടക്കാനോ, ഇതുപോലെ എല്ലായിടത്തും തിരിച്ചറിയുന്ന ഒരു സമയമാണത്. പക്ഷെ ഇവിടെ വന്ന്, നമ്മുടെ കൊച്ചിയിൽ വന്ന്, തമ്മനം പോലത്തെ സ്ഥലത്ത് വന്ന് ഒരു വളരെ സാധാരണക്കാരെ, സിനിമയൊന്നും കാണാത്ത, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ റഹ്മാൻ ഒരു സാധാരണക്കാരനായിട്ട് റഹ്മാൻ അത് എൻജോയ് ചെയ്തെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതുപോലെ പല താരങ്ങൾക്കും പല ഇൻസിഡൻസും സംഭവിച്ചിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ പല ആളുകൾ ഇതുപോലെ തിരിച്ചറിയാത്ത സംഭവം എനിക്ക് തോന്നുന്നു. ഒരിക്കൽ ആസിഫ് അലി പറയുന്നത് കേട്ടിട്ടുണ്ട്. ആസിഫ് അലിയുടെ അതുപോലെ തുടക്കകാലത്താണ് ഋതു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രിവ്യൂ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ സിനിമ തുടങ്ങി, പക്ഷേ ഗേറ്റൊക്കെ അടച്ചിട്ട്, എനിക്ക് കോഴിക്കോടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ, അതിൻ്റെ പ്രിവ്യൂ നടന്നിരുന്നത്. അന്ന് സെക്യൂരിറ്റി ആസിഫ് അലിനെ അകത്തോട്ട് കിടത്തി വിട്ടില്ല. ആസിഫ് അലി ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് പോലും കിടത്തി വിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ആസിഫ് അലി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വേറെ വിടുന്നതാണ്, വേറെ ഏതൊരു ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, കൊച്ചിയിലെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു കാറിൽ പമ്പിൽ കയറി കഴിഞ്ഞപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പേഴ്സും കാര്യങ്ങളൊന്നും കയ്യിലില്ല. അപ്പോൾ അത് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു
മലയാളിയൊന്നും അല്ല, അത് വേറെ ബംഗാളിയോ അങ്ങനെ ഹിന്ദി, ഏതൊരു നോർത്ത് ഇന്ത്യൻ ആണ് അവിടുത്തെ ആ ഒരു പെട്രോൾ പമ്പിലെ സ്റ്റാഫ്. അപ്പോൾ അദ്ദേഹത്തിന് ആസിഫ് അലീനെ ഒന്നും അറിയില്ല, ഏത് ആസിഫ് അലി. അദ്ദേഹം പറഞ്ഞു കാശടയ്ക്കണം എന്ന് പറഞ്ഞു. ആസിഫ് അലി എങ്ങനെയൊക്കെയോ അതിൻ്റെ പിന്നെ ഈ QR കോഡും കാര്യങ്ങളൊക്കെ വൈഫിന് അയച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആസിഫ് അലി തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഞാനും ടെക്നിക്കലി അത്ര അപ്ഡേറ്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ടും എനിക്ക് എൻ്റെ അടുത്ത് അന്ന് ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ വൈഫാണ് പിന്നെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ പറഞ്ഞു വന്ന ആ സെക്യൂരിറ്റിക്കും അന്ന് പൈസ അടച്ചിട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് അദ്ദേഹം നിന്നത്. ഏറെ അദ്ദേഹത്തിനൊന്നും ആസിഫ് അലിനെ അറിയില്ല. അപ്പോൾ ഇതേപോലെ പല സെലിബ്രിറ്റീസ് അവർ പറയാറുണ്ട്, അവർക്ക് ആരും അറിയാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് വളരെയധികം അവർ എൻജോയ് ചെയ്യാറുണ്ട്. മേജർ രവി ഇതേപോലെ മോഹൻലാലിനെ കുറിച്ച് ഈ അടുത്തും ഇതേപോലെ കാശ്മീർ അവിടെ അവിടെ ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ഇവർ ഇറങ്ങി നടന്നു. മലയാളികളോ അല്ലെങ്കിൽ അവർ വളരെ സാധാരണക്കാർ അവിടുത്തെ ലോക്കൽസ് മാത്രം താമസിക്കുന്ന ഒരു ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആർക്കും മോഹൻലാലിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ മോഹൻലാൽ സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മേജർ രവി നോക്കുമ്പോൾ മോഹൻലാലിനെ കാണാനില്ല. നോക്കുമ്പോൾ മോഹൻലാൽ ഒരു ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്നൊരു ഈ പറഞ്ഞൊരു ബസ്സിലെ കിളീനെ പോലെ അവിടെ ആ ഫുട്ബോളിൽ നിന്ന് അവിടെ നിന്ന് ബഹളം വെച്ച് കൂക്കുവിളിയും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് മോഹൻലാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്കറിയാം എവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്നതൊക്കെയാണ്. അപ്പോൾ സെലിബ്രിറ്റീസും അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെങ്കിൽ അവരാരും തിരിച്ചറിയാത്ത ചില സ്ഥലങ്ങളിൽ ചെല്ലുകയും അതുപോലെ നടക്കുക, സാധാരണക്കാരെ പോലെ നടക്കുക എന്ന് പറയുന്നതും അവരും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്.